പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്കാര സമ്പന്നരായിട്ടുള്ള ഒരു ജനതയാണ് നമ്മൾ എന്നാണല്ലോ നമ്മൾ അഭിമാനം കൊള്ളാറ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുമ്പോൾ വളരെയേറെ സംസ്കാര സമ്പന്നരായിട്ടുള്ള ഒരു ജനത, സാക്ഷരതയുടെ കാര്യത്തിലും സാമൂഹിക ബോധത്തിൻ്റെ കാര്യത്തിലും അവകാശ സംരക്ഷണങ്ങളുടെ കാര്യത്തിലുമൊക്കെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് നമ്മൾ അഭിമാനിക്കുക. എന്നാൽ ആ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിരിക്കുന്ന സാംസ്കാരിക മന്ത്രിമാരെ നമ്മൾ ഓർക്കുമ്പോൾ ലജ്ജ കൊണ്ട് നമ്മളുടെ തല കുനിഞ്ഞു പോകും എന്നുള്ളതാണ് വസ്തുത. ഇടതുപക്ഷ കഴിഞ്ഞ 2006-2011 കാലത്തെ ഇടതുപക്ഷ മന്ത്രിസഭ, അന്ന് വി എസ് അച്യുതാനന്ദനായിരുന്നു അന്ന് മന്ത്രി. അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി MA ബേബി ആയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചിട്ട് നമുക്കങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വിമർശനങ്ങൾ പലതുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സംസ്കാര സമ്പന്നമായൊരു സംസ്ഥാനത്തിന് ചേർന്നൊരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് MA ബേബി എന്നുള്ള ഒരു ധാരണയാണ് അന്നുണ്ടായത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിൽ ഒരു സാംസ്കാരിക മന്ത്രി ഉണ്ടായിരുന്നു. ആ സാംസ്കാരിക മന്ത്രിയും നമ്മളതേളെ ഓർത്ത് ഒരുപാട് നാണം കെടേണ്ട അവസ്ഥ ഉണ്ടായി. ഉണ്ടായത് യഥാർത്ഥത്തിൽ അയാൾ സാംസ്കാരിക മന്ത്രി ആയിരുന്നപ്പോഴല്ല. സാംസ്കാരിക മന്ത്രി ആയിരുന്നപ്പോൾ അയാളെക്കുറിച്ച് അങ്ങനത്തെ ആരോപണങ്ങൾ നമ്മൾ കേട്ടിരുന്നില്ല. പക്ഷേ അയാൾ ആ സാംസ്കാരിക മന്ത്രിയായിരുന്നപ്പോൾ അയാൾ ചെയ്ത വൃത്തികേടുകളെക്കുറിച്ച് അതിനുശേഷം സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ ഇത്ര ഒരു വൃത്തികെട്ടവനായിരുന്നല്ലോ, ഒരു നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഇയാൾ ഇത്രയും വലിയൊരു ചെറ്റയായിരുന്നല്ലോ എന്ന് പിന്നീടാണ് നമുക്ക് ബോധ്യമായത്. സ്വപ്ന സുരേഷ് വന്നിട്ട് അയാളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. കാരണം വെച്ചാൽ വലിയ നാണം കെട്ട കാര്യങ്ങളാണ്. നമുക്ക് നാണം തോന്നും. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ കഴക്കൂട്ട് MLA കൂടിയാണ് അയാളെന്നുള്ളത് കൊണ്ട് എനിക്ക് അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. എന്തായാലും അയാൾ അങ്ങനത്തവനായിരുന്നു എന്നുള്ളത് പിന്നീട് നമ്മൾ മനസ്സിലായി. പക്ഷേ സുഹൃത്തുക്കളെ, കടകംപള്ളി സുരേന്ദ്രനുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ മോശം ഒരാളാണ് ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രിയായി നമ്മുടെ കേരളത്തിൽ വിരാജിക്കുന്നത് എന്ന് പറയുമ്പോൾ മലയാളികളുടെ തല ലജ്ജ കൊണ്ട് നാണക്കേട് കൊണ്ടും കുനിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അയാൾ അവസാനമായി പറഞ്ഞത് നമ്മൾ ഓർക്കുന്നില്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാരിൽ ഒരാളായിട്ടുള്ള രഞ്ജിത്ത്, അതാണ് അയാളുടെ അവസാനത്തെ പ്രസ്താവന. അതിനുശേഷം വലിയ പ്രസ്താവനയൊന്നും നടത്താൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം തലേ തുണിയിൽ നടക്കുകയാണ് അയാൾ രഞ്ജിത്തിനെക്കുറിച്ച് പറഞ്ഞു. ആ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രഞ്ജിത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നു. ഇപ്പോൾ എന്താ രഞ്ജിത്തിനെക്കുറിച്ച് ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആരോപണം, ഒരു ചെറുപ്പക്കാരൻ, 10-20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ, ആ ചെറുപ്പക്കാരനെതിരെ ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഈ നരാധമൻ, ഈ ആഭാസൻ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആ ചെറുപ്പക്കാരൻ നേരിട്ട് തന്നെ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ആദ്യാവസാനം വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടു വന്നില്ല സുഹൃത്തുക്കളെ. എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമ്മളെല്ലാവരും കണ്ടതാണ്. ആ രഞ്ജിത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കലാകാരൻ. ആ കലാകാരനെ ഞങ്ങൾ തൊടുക പോലുമില്ല, ഞങ്ങൾ ചിറകിടയിൽ നിർത്തി സംരക്ഷിക്കും എന്ന് ഇയാളുടെ പേര് സജി ചെറിയാൻ അയാൾ പറഞ്ഞത്. എന്നിട്ട് അയാൾ അതിനുശേഷം വന്നിട്ടെന്തോ എനിക്കെന്തോ 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ ആകെപ്പാടെ പുരുഷനായിട്ടുള്ളത് ഞാൻ മാത്രമാണ്, ഞാനിങ്ങനെ സ്ത്രീ വിരുദ്ധത പറയുമോ എന്നൊക്കെയുള്ള മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും അസംബന്ധങ്ങളും അയാൾ പിന്നീട് വിളിച്ചു പറഞ്ഞു. അയാൾ പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അയാളുടെ വീട്ടിൽ മുഴുവൻ സ്ത്രീകളാണ്, അയാൾ മാത്രമേ പുരുഷന്മാരുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ സ്ത്രീ വിരുദ്ധതയൊക്കെ പറയാൻ പാടില്ല. അതുപോലത്തെ മണ്ടത്തരങ്ങൾ അയാൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ യഥാർത്ഥത്തിൽ ഈ സാംസ്കാരിക മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഈ ഉരുപ്പടി ഉണ്ടല്ലോ, അയാളുടെ ഒരു സജി ചെറിയാൻ, അയാൾ ആരാണ് എന്ന്, അയാളുടെ ഭൂതകാലം എന്തായിരുന്നുവെന്നും നിങ്ങളുടെ മുമ്പിൽ ഒരല്പം വിശദമായി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ സാംസ്കാരിക മന്ത്രി ആരാണെന്ന് നമ്മൾ അറിയണമല്ലോ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഭരണഘടന കൊള്ളക്കാർക്ക് വേണ്ടി എഴുതി വെച്ചതാണെന്നും അതിൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം, കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പോകേണ്ടി വന്ന ആളാണ്. പിന്നെ തിരിച്ചു വന്നു. കാരണം പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനാണ് സജി ചെറിയാൻ. ഈ സജി ചെറിയാൻ്റെ ഭൂതകാലം എന്തായിരുന്നു എന്ന്, അയാൾ ആരായിരുന്നുവെന്നും അയാൾ എന്താണെന്നും അതെന്ത് മെറ്റീരിയലാണ് സജി ചെറിയാനെന്നും നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ, എൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം. സുഹൃത്തുക്കളെ, ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പതിറ്റാണ്ടുകളായി അയാൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടുണ്ട്, SFIയിൽ കൂടെയൊക്കെ വളർന്നു വന്ന ഒരു നേതാവാണ് അയാൾ. പക്ഷേ അയാൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സമാന്തരമായി കച്ചവടം, അതായത് ഈ ബിസിനസ്, അത്
പാർട്ടി പ്രവർത്തനത്തിന് സമാന്തരമായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ് എന്നാണ് ഞാൻ ആലപ്പുഴയിൽ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പ്രവർത്തനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വേറൊരാൾ പത്തനംതിട്ടയിൽ നിന്നുണ്ടായിരുന്നത് കെ പത്മകുമാറാണ് എന്നും ഞാൻ മനസ്സിലാക്കി. അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടം, അതായത് അതുപോലെ തന്നെ വാഹന കച്ചവടം, അതൊക്കെ തന്നെ പാരലായിട്ട് പാർട്ടി പ്രവർത്തനത്തിന് പാരലായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ടി വർക്കർ / കച്ചവടക്കാരനായിരുന്നു ഈ സജി ചെറിയാൻ. പറഞ്ഞാൽ അയാൾ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല, കച്ചവടമായിരുന്നു അയാളുടെ ലക്ഷ്യം. അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഈ പാർട്ടിയിൽ നിന്നിരുന്നു എന്ന് മനസ്സിലാക്കണം. അയാളുടെ പ്രധാനപ്പെട്ട ഒരു ജോലി റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ അയാൾക്ക് വേറൊരു കച്ചവടം ഉണ്ടായിരുന്നു, വാഹന കച്ചവടമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 90കളിൽ ഈ ഡൽഹിയിലൊക്കെ ഈ ഓമിനി വാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സംവിധാനം ഡൽഹിയിലൊക്കെ നിരോധിക്കുകയുണ്ടായി. ആ നിരോധിച്ച സമയത്ത് ആ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്ന് അത് പുതുക്കി പണിത് റിഫർബിഷ് ചെയ്ത് മറിച്ച് വിൽക്കുക, ഇത് അയാളുടെ ഒരു പ്രധാനപ്പെട്ട ജോലിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് 90കളിലും ഒക്കെ തന്നെ. അതോടൊപ്പം തന്നെ കാര്യമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടവും അയാളുടെ പ്രധാനപ്പെട്ട ഒരു ജോലിയായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി സമാന്തരമായി കച്ചവടം, വണ്ടി കച്ചവടം, വസ്തു കച്ചവടം, ഇതിൻ്റെയൊക്കെ ആളായിരുന്നു അയാൾ എനിക്ക് തോന്നുന്നു 2015 മറ്റോ ആണ് അയാൾ ആദ്യം ജില്ലാ സെക്രട്ടറി ആവുന്നത്. അയാളെ ജില്ലാ സെക്രട്ടറി ആയി കൊണ്ടുവന്നത് അയാളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ജി സുധാകരനാണെന്നും കൂടെ നമ്മൾ ഓർത്തോണം. ആലപ്പുഴയിലെ പൊളിറ്റിക്കൽ ക്രിമിനലാണ് സജി ചെറിയാനെന്ന് പരോക്ഷമായി പറയുന്ന ജി സുധാകരൻ്റെ മുന്നിൽ മുണ്ട് അഴിച്ചിട്ട് പഞ്ചപുച്ഛ മുടക്കി ഇരിക്കാതെ നിൽക്കുന്ന ഒരാളായിരുന്നു സജി ചെറിയാനെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 2015 മറ്റോ സജി ചെറിയാനെ ജില്ലാ സെക്രട്ടറിയായി ആദ്യം കൊണ്ടുവരുന്നത് ഈ ജി സുധാകരനാണ്. അതിനുശേഷം സജി ചെറിയാൻ്റെ അങ്ങ് വലിയ വളർച്ചയായിരുന്നു. എനിക്ക് തോന്നുന്നു 2011-16 കാലഘട്ടത്തിൽ രാമചന്ദ്രൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ള MLA ചെങ്ങന്നൂർ MLA ആയിരുന്നു. അയാൾ ഇടയ്ക്ക് വെച്ച് മരിച്ചു പോയപ്പോൾ അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യം സജി ചെറിയാൻ ആദ്യം മത്സരിക്കുന്നത്, ജയിക്കുന്നതും. പിന്നീട് 2016 ജയിച്ചു, 2021 ജയിച്ചു. 2021 ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിണറായി വിജയൻ്റെ പ്രധാനപ്പെട്ട ആളായി അയാൾ മാറിക്കഴിഞ്ഞിരുന്നു. പിണറായി വിജയൻ അയാളെ പൊക്കിയെടുത്തു. പിണറായി വിജയൻ്റെ നോട്ടത്തിൽ ഏറ്റവും നല്ല സാംസ്കാരിക മന്ത്രിയായി തിളങ്ങുക ഈ കച്ചവടക്കാരൻ പാർട്ടിക്കാരനായിട്ടുള്ള സജി ചെറിയാനായിരിക്കുമെന്ന് ബോധ്യമായതുകൊണ്ടായിരിക്കണം പിണറായി വിജയൻ അയാളെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാക്കി. കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ അയാൾ പാർട്ടിയുടെ ഉന്നതമായിട്ടുള്ള ബോഡിയായിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അംഗമായി. അങ്ങനെ അവിടെ ഇരുന്ന് അദ്ദേഹം അങ്ങനെ അർമാദിക്കുകയാണ് ആ സാംസ്കാരിക മന്ത്രി സ്ഥാനത്തിരുന്നു. പക്ഷേ അതിനിടയിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ പറഞ്ഞ കുന്തം കൊടച്ചക്രം. അയാൾ എവിടെയോ മല്ലപ്പള്ളിയിലോ മറ്റൊരു യോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇന്ത്യയിലെ കൊള്ളക്കാർക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഭരണഘടന, അത് കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് എഴുതി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൽ ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് ജനാധിപത്യം മതേതരത്വം കുന്തം കൊടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് ചിലയിടത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. വലിയ വിവാദത്തിൽപ്പെട്ടു, രാജിവെച്ച് പോകേണ്ടി വന്നു. അതുപോലെ തന്നെ അയാൾ വേറൊരു വിവാദം ഉണ്ടാക്കിയതാണ്, ഇത് സിൽവർ ലൈനിന് ബഫർ സോൺ ഇല്ല എന്ന് പറഞ്ഞു. സിൽവർ ലൈനിന് ബഫർ സോൺ ഇല്ല എന്ന് ആണയിട്ട് പറഞ്ഞു. അവസാനം അത് അയാൾക്ക് വിഴുങ്ങേണ്ടി വന്നു. അതുപോലെ തന്നെ അയാൾ വേറൊരു വർത്താനം നടത്തി. കാരണം അയാളുടെ ഒരു നിലവാരത്തിനനുസരിച്ചും അയാളുടെ ഒരു സംസ്കാരത്തിനനുസരിച്ചുമാണല്ലോ അയാൾ എവിടെയോ ഒരു കാർഷിക മേഖലയായി ബന്ധപ്പെട്ടൊരു യോഗത്തിന് ചെന്നപ്പോൾ പറഞ്ഞു, ഇവിടെ അരിയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല, അരിയൊക്കെ തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്, അവർ തമിഴ്നാട്ടിൽ നിന്ന് അരിയൊക്കെ തന്നോളൂ, നമ്മളെ ബുദ്ധിമുട്ടി അരിയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് അയാൾ പറഞ്ഞു. വിവാദമായി. അവസാനം കൃഷിമന്ത്രിക്ക് തന്നെ തീർക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അനുപമ എന്ന് പറഞ്ഞൊരു വനിതയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കുട്ടിയുടെ ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വിവാദം വന്നല്ലോ. അതിലും ആ അനുപമയെയും അവരുടെ ഭർത്താവിനെയും അപകീർത്തിപ്പെടുത്തുന്ന നിലയിൽ അയാൾ സംസാരിച്ചു. അപ്പോൾ ഈ നിലയിൽ നിരന്തരമായി വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അയാളാണ്. ഇപ്പോൾ അവസാനം വന്നിട്ട് രഞ്ജിത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാരിൽ ഒരാളാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം രാജിവെച്ച് പോകേണ്ടി വന്നു. ആ രഞ്ജിത്ത് ഇപ്പോൾ പുരുഷന്മാരെ പോലും ലൈംഗികമായി പീഡിപ്പിക്കുന്ന ആളാണെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പം ഈ സജി ചെറിയാനെന്ന് പറഞ്ഞവൻ്റെ അയാളുടെ ഒച്ച നമ്മൾ കേൾക്കുന്നില്ല. സുഹൃത്തുക്കളെ, അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇയാൾ ഒരു കാലത്തും ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. ഇയാൾ കമ്മ്യൂണിസ്റ്റ് അല്ല. അയാളുടെ ശരീരഭാഷയിലൊക്കെ തന്നെ അത് കൃത്യമായി നിഴലിക്കുന്നുണ്ട്. അയാളൊരു കച്ചവടക്കാരനാണ്. ആ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അയാൾക്കിപ്പോൾ ചെങ്ങന്നൂരിൽ ഒരു കാരുണ്യ പാലിയേറ്റീവ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ടെന്നാണ് കേൾക്കുന്നത്. കോടികളുടെ ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് കാരുണ്യ പാലിയേറ്റീവ് സെൻറ്റർ. അതൊന്നും അയാളുടെ എല്ലാം എന്നൊക്കെ പറഞ്ഞ് അയാൾ പറയുന്നത്, പക്ഷേ അയാളുടെ ഒക്കെ തന്നെയാണ്. അതിനകത്തൂടെ കോടികളെ ഇടപെട്ട് കറങ്ങി പോകുന്നുണ്ട് എന്ന് എതിരാളികൾ പറയുന്നുണ്ട്. അയാൾക്ക് 3 പെൺമക്കളുണ്ട്. 3 പേരും ഡോക്ടർമാരാണ്. 3 പേരും വലിയ ബുദ്ധിജീവികളായതുകൊണ്ട് MBBS മെറിറ്റിൽ കിട്ടി MBBS പാസ്സായതാണെന്നൊന്നും ആരെങ്കിലും ധരിച്ച് വശമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ്. അത് മരിച്ചുപോയ യോഹന്നാൻ ഉണ്ടല്ലോ, ആ മരിച്ചുപോയ യോഹന്നാൻ്റെ മെഡിക്കൽ കോളേജുണ്ട്, ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ്. അവിടുന്നാണ് ഇയാളുടെ 3 പെൺമക്കളും പാസ്സായിട്ടുള്ളത്.
ഇയാൾ CPM നേതാവായതുകൊണ്ട് അവിടെ അഡ്മിഷൻ കിട്ടി, അവിടുന്ന് പാസ്സായതാണ്. അപ്പോൾ 3 മക്കളും ഇപ്പോൾ പിന്നെ ഡോക്ടർമാരാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ട് ആ നേട്ടങ്ങളൊക്കെ അയാൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഉരുപ്പടി, സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള ഈ ഉരുപ്പടി, അയാളൊരു കമ്മ്യൂണിസ്റ്റ് അല്ല, അയാൾ യഥാർത്ഥത്തിൽ കച്ചവടക്കാരനാണ്. അയാൾക്ക് കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചിട്ട് ചുക്കും ചുണ്ണാമ്പും അയാൾക്ക് അറിയില്ല. അയാൾ വേറെ എന്തൊക്കെയോ വിവാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ഒന്നും ഓർക്കുന്നില്ല. എന്തായാലും ഇത്രയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ലജ്ജിച്ച് ഇയാൾ ഇതുപോലുള്ള ഈ ഒരു സാംസ്കാരിക മന്ത്രിയായിരിക്കുന്ന ഈ ഒരു ഉരുപ്പടിയെ ഓർത്ത് നമുക്ക് മലയാളികൾക്ക് ആകെപ്പാടെ ചെയ്യാൻ കഴിയുന്ന എന്താണ്? ലജ്ജിക്കാം, ലജ്ജിച്ച് തല താഴ്ത്താം.